അപ്പോൾ ഈ ഇലക്ഷനിൽ ജയിച്ചത് ലോജിക്കാണോ അല്ലെങ്കിൽ ജയിച്ചത് നെഗറ്റീവാണോ? നെഗറ്റീവാണ് കൂടുതൽ. ലോജിക്കും വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഇപ്പം ശബരിമല സ്വർണ്ണക്കൊള്ള, ഗവൺമെൻറ്റിലെ കെടുകാര്യസ്ഥത, പിന്നെ കടമെടുപ്പ്, ഒരു അനിയന്ത്രിതമായ കടമെടുപ്പും ധൂർത്തും. പിന്നെ ഒരു കേരള മുഖ്യമന്ത്രി ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരാൾ സ്റ്റേറ്റ് കാറും 40 അകമ്പടിക്കാറും ആയിട്ട് നാട്ടുകാരൻ്റെ മുന്നിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ അവസരം കിട്ടട്ടെ അവന് കാണിച്ചു കൊടുക്കാമെന്ന് അല്ലേ ആളുകൾ വിചാരിക്കും. അവൻ്റെ പാർട്ടിക്കാർ തന്നെ പാർട്ടിയെ തോൽപ്പിച്ചു. അതെ 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 അതെ. അതിൻ്റെ തെളിവാണ് കാസർഗോഡ്, കണ്ണൂർ ജില്ലയിൽ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞു. അതെ. പിന്നെ ഓപ്പണായിട്ട് തന്നെ 4 സീറ്റിൽ റബൽസ് ജയിച്ചു. 3 സീറ്റിൽ ഐഷപ്പറ്റി കാല് മാറി കോൺഗ്രസ്സിലൊക്കെ ചേർന്നു. ബാക്കി ഈ അമ്പലപ്പുഴ, പിന്നെ തളിപ്പറമ്പ്, പയ്യന്നൂർ പാർട്ടിക്കാർ പാർട്ടിയെ തോൽപ്പിച്ചു. ആ സ്ഥിതി ഉണ്ടായി. അപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യാതിരുന്ന കമ്മ്യൂണിസ്റ്റുകാരുണ്ട് ഇപ്പോൾ. അതാണ് ഈ കണ്ണൂരിൽ, കാസർഗോഡും പെർസെൻറ്റേജ് കുറഞ്ഞത്. ഇപ്പോൾ വോട്ട് ചെയ്യാൻ പോയില്ല പാർട്ടിക്ക്. ഇപ്പോൾ പാർട്ടി തോക്കണം.